ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തുടക്കക്കാരെ സംബന്ധിച്ച് നല്ല തിരക്കേറിയ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള പേടിയുണ്ട്. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ക്ലച്ച് കൺട്രോളിംഗ് പല ആൾക്കാർക്കും ട്രാഫിക് ബ്ലോക്കിൽ ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ എങ്ങനെ ചെയ്യണമെന്ന് ധാരണയില്ല. എന്നാൽ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ലച്ചിന്റെ കൺട്രോളിംഗ്, പ്രത്യേകിച്ചും തിരക്കുള്ള ട്രാഫിക്കിൽ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്താണ് ക്ലച്ച് കൺട്രോളിംഗ്? ക്ലച്ച് കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വണ്ടിയെ ഹാഫ് ക്ലച്ചിൽ മുന്നോട്ടെടുക്കുന്ന മെത്തേഡ് അല്ല. എന്നാൽ ഒരു വണ്ടിയെ നമുക്ക് തിരക്കേറിയ ട്രാഫിക്കിലൊക്കെ പതിയെയും സ്പീഡ് കൂട്ടിയൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയെ നമ്മുടെ ഇഷ്ടാനുസരണം മൂവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ക്ലച്ച് കൺട്രോളിംഗ് അല്ലെങ്കിൽ ക്ലച്ച് ബാലൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്ലച്ച് കൺട്രോളിംഗ് മെത്തേഡ് നിങ്ങൾക്ക് വെറും 3 സ്റ്റെപ്പിലൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഏതൊരാൾക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാനിത് ഇവിടെ ഒരു റോഡിൽ ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങളിത് ജസ്റ്റ് തിരക്കില്ലാത്ത റോഡിൽ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു വണ്ടിയെ നമുക്ക് 2 മെത്തേഡ് അനുസരിച്ച് നമുക്ക് മൂവ് ആക്കാനായിട്ട് കഴിയും. ഒന്ന്, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വണ്ടിയെ സാധാരണ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലച്ച് കൺട്രോളിംഗ് അല്ലെങ്കിൽ ക്ലച്ച് ബാലൻസിങ് ആണ്. അപ്പോൾ ഇതാണ് ഡ്രൈവിങ്ങിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരക്കുള്ള സ്ഥലങ്ങളിൽ ഒരു വണ്ടി നമുക്ക് ഏറ്റവും നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് എങ്ങനെ ഒരു ട്രാഫിക്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യാമെന്നുള്ളത് കാണിക്കാം. നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കാല് വെക്കുക, നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങളിനി ശ്രദ്ധിച്ച് കാണുക. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിൽ നിന്ന് എടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരികയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേറ്റർ പെഡലിൽ വെക്കുന്നു, ക്ലച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കണം. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ക്ലച്ച് ഇപ്പോൾ ചവിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടുന്ന് നമ്മൾ കാല് അയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. ഓക്കെ, ഇപ്പം ഞാനിത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു. ഞാനിപ്പോൾ ഏകദേശം വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. അപ്പം പ്രോപ്പറായിട്ടുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ കാല് വെക്കുക. ഇനി കാലയക്കരുത്. ഇനി കാലയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഒരു ട്രാഫിക്കിലാണെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലച്ചിൻ്റെ ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയച്ചാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കൃത്യമായിട്ട് നിൽക്കുന്നു, പതിയെ ഒരു ആക്സിലറേഷൻ, നിരപ്പ് റോഡാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കും. ഞാനിത് പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നു. അപ്പോൾ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫ് ആകാതെ തന്നെ ഇത് ഇത്തരത്തിലൊരു വണ്ടി എടുക്കാനും ഇത് ഇത്തരത്തിൽ തന്നെ വണ്ടിയെ നിർത്താനും കഴിയും. നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക, ബ്രേക്ക് വരിക. ഓർക്കുക, ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് വരിക. ആദ്യം കയറി ബ്രേക്ക് ചവിട്ടരുത്. ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയുടെ മൂവ്മെൻറ്റ് ഓൾറെഡി കുറവായതുകൊണ്ട് തന്നെ ആദ്യം ബ്രേക്ക് ചവിട്ടുമ്പോൾ വളരെ വേഗത്തിൽ വണ്ടി എഞ്ചിനിടിച്ച് ട്രാഫിക് ബ്ലോക്കിൽ ഓഫായി പോകും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ബ്രേക്കിലേക്ക് വരാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ട ഒരു വിധം കൂടെ നിങ്ങളെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നമ്മൾ കാല് കൃത്യമായിട്ടും വന്ന് നിന്നതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ 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 കാലയക്കുക. അതായത് ഏറ്റവും സാവധാനത്തിൽ കാലയക്കുന്നതിനോടൊപ്പം നമ്മൾ ആക്സിലറേഷനും കൂടെ പതിയെ കൊടുക്കുക. ഒറ്റയടിക്ക് എടുക്കരുത്. ഒറ്റയ്ക്ക് അടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിനെ ബാലൻസ് ചെയ്യണം ക്ലച്ചിനെ. അപ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഞാനിത് ആക്സിലറേറ്റർ പെഡലേ വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ നമ്മളിവിടെ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുക. വണ്ടി ഇത് പതുക്കെ
പതുക്കെ മൂവ് ആകും. നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട്, പതുക്കെ മൂവ് ആകും. ഇനി സ്പീഡ് നമുക്കൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വീണ്ടും പതിയെ കാല് താഴ്ത്തി കൊടുക്കുക. താഴ്ത്തി കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ പതിയെ ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ബ്രേക്കിലുമായിട്ടാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. വീണ്ടും നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ ഇതേ ഇത്തരത്തിൽ വണ്ടിയെ മുന്നോട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡ് ഡ്രൈവിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ഒരു കയറ്റത്തുള്ള ട്രാഫിക്കിൽ ക്ലച്ച് എങ്ങനെ കൺട്രോൾ ചെയ്ത് പതിയെ ഓടിക്കാം. നമുക്ക് കയറ്റത്ത് വേണമെങ്കിൽ ഹാഫ് ക്ലച്ചിൽ വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുത്ത് പോകാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ പതുക്കെ നമ്മൾ എങ്ങനെ ഓടിക്കും, അത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വണ്ടി ബ്രേക്കേലും ക്ലച്ചേലും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നിർത്തുന്നു. കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് റോളാകും. അപ്പോൾ ബ്രേക്കിൽ പ്രോപ്പറായിട്ട് കാല് വെക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരണം. ആ ഒരു പോയിന്റിൻ്റെ താഴോട്ടും പോകാൻ പാടില്ല, പോയിന്റ് കഴിഞ്ഞിട്ട് കാല് അയയാനും പാടില്ല. അയഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന കയറ്റത്തിൻ്റെ അളവിന് അനുയോജ്യമായിട്ട് ആക്സിലറേഷൻ കൊടുക്കണം. ചെറിയ രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ വണ്ടി ഓഫായി പോകും. എന്ത് ചെയ്യണം, അപ്പം നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണെങ്കിൽ നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ്, അതുകൊണ്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. നല്ല രീതിയിലുള്ള ആക്സിലറേഷൻ ഞാനിതേ മുന്നോട്ട് കൊടുത്തു പിടിച്ചു. ഇനി നിങ്ങൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എൻ്റെ ഇപ്പോൾ ഇടത്തെ കാല് നിൽക്കുന്നുണ്ട്. ആക്സിലറേഷനും ഞാൻ അതിന് അനുയോജ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കയറ്റത്ത് വണ്ടിയെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഹാഫ് ക്ലച്ച് നിർത്താനായിട്ട് കഴിഞ്ഞു. ഇനി പതിയെ വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാനിവിടെ കാലയക്കുന്ന സെയിം ടൈമിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് ആക്സിലറേഷൻ വീണ്ടും മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ ഏറ്റവും സാവധാനത്തിൽ കാല് അയക്കുമ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ആകും. ഇങ്ങനെയുള്ള ടൈമിൽ ഒരു കാരണവശാലും നമ്മൾ കാല് പൂർണ്ണമായിട്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഞാൻ ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചിട്ട് ക്ലച്ചേ തന്നെയാണ് കാല് വെച്ചേക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇനി എനിക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഇവിടെ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ഒന്നെങ്കിൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾ നോക്കുക, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ആ സെയിം ടൈമിൽ ബ്രേക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയെ ഇങ്ങനെ കയറ്റത്ത് ഓഫ് ആകാത്ത രീതിയിൽ നമുക്ക് നിർത്താനായിട്ട് കഴിയും. വീണ്ടും പതുക്കെ നമുക്ക് വണ്ടിയെ മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ക്വിക്കായിട്ട് ആക്സിലറേഷൻ കയറ്റത്തിന് അനുയോജ്യമായിട്ട് മുന്നോട്ട് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എൻ്റെ കാല് ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ വണ്ടി എനിക്ക് പതിയെ മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുക. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക. ഒറ്റയടിക്ക് എടുക്കരുത്, പതിയെ കാലയക്കുമ്പോൾ നമുക്ക് വണ്ടി കയറ്റത്ത് ഇങ്ങനെ മൂവ് ആക്കാം. ഇനി നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഇതിന് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.